നമസ്കാരം, ക്രിസ്ത്യനിലെ വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഡബ്ലിനിൽ IPC അയർലൻഡ് ആൻഡ് യൂറോപ്പ് റീജിയൻ 3ാമത് ആനുവൽ കൺവെൻഷൻ. ദൈവവൈതലിന്റെ ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ളത് ഒന്നുമില്ലെന്ന് പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ. പ്രത്യാശ തീരദേശ മിഷൻ സുവിശേഷ യോഗവും സംഗീത വിരുന്നും ഓഗസ്റ്റ് 23-ന്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് 50ാമത് ജനറൽ കൺവെൻഷൻ ലോഗോ പ്രകാശനം ചെയ്തു. ബെത്ലഹേമിൽ തൊഴിൽ മേഖല സ്തംഭിച്ചു. ക്രിസ്ത്യാനികൾ നാടുവിടുന്നതായി റിപ്പോർട്ട്. സോനയുടെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ബജരംഗളിന്റെ പ്രവർത്തനം കേരളത്തിലും വ്യാപിപ്പിക്കുമെന്ന് VHP. ഇന്ത്യയിൽ 7 മാസത്തിനിടെ 334 ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണങ്ങൾ നടന്നുവെന്ന് EFIRLC. ബൈബിളിന് പുറത്ത് മോശയെക്കുറിച്ചുള്ള പുരാതന പരാമർശം കണ്ടെത്തിയതായി ഗവേഷക ലോകം. ഛത്തീസ്ഗഡിൽ ശക്തമായ പ്രതിഷേധവുമായി പെന്തക്കോസ് സമൂഹം. ഡബ്ലിനിൽ IPC അയർലൻഡ് ആൻഡ് യൂറോപ്പ് റീജിയൻ 3ാമത് ആനുവൽ കൺവെൻഷൻ. IPC അയർലൻഡ് ആൻഡ് യൂറോപ്പ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 5 മുതൽ 7 വരെ ഡബ്ലിനിൽ 3ാമത് ആനുവൽ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ CT എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ പോൾ ഗോപാലകൃഷ്ണൻ, K കോശി, ബാബു ജോൺ എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർമാരായ ജിജി M വർഗീസ്, സനു P മാത്യു, ഷൈൻ മാത്യു, രാജൻ ലൂക്കോസ് എന്നിവർ നേതൃത്വം നൽകും. ദൈവവൈതലിന്റെ ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ളത് ഒന്നുമില്ലെന്ന് പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ളത് ഒന്നുമില്ല എന്നുള്ള ബോധ്യമാണ് ദൈവിക സമാധാനമെന്നും ക്രിസ്തു ഭക്തന്റെ മുമ്പിലുള്ള സന്തോഷവും ഉള്ളിലുള്ള വെളിപ്പാടും അവനെ സമാധാനം ഉള്ളവനാക്കി തീർക്കുമെന്നും അമേരിക്കയിലെ IPC ഹെബ്രോൻ സഭയുടെ സീനിയർ പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ ക്രിസ്ത്യൻ ലൈവിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 11, 12 തീയതികളിൽ റാസൽ കൈമയിൽ നക്കീലിൽ നടന്ന സുവിശേഷ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അദ്ദേഹം സംസാരിച്ചു. പാസ്റ്റർ ജോർജ് മാത്യു പ്രാർത്ഥിച്ചാരംഭിച്ച പ്രാരംഭ സമ്മേളനം പാസ്റ്റർ ഷിബു മുണ്ടപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ സജി അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനത്തിൽ പാസ്റ്റർ സണ്ണി സാമുവൽ അധ്യക്ഷനായിരുന്നു. പാസ്റ്റർ AB പടപ്പാക്കര സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പ്രത്യാശ തീരദേശ മിഷൻ സുവിശേഷ യോഗവും സംഗീത വിരുന്നും ഓഗസ്റ്റ് 23-ന്. പ്രത്യാശ തീരദേശ മിഷന്റെയും RGM മിനിസ്ട്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 23-ന് കാഞ്ഞിരക്കുളം മനവേലി ദേശത്ത് സുവിശേഷ യോഗവും സംഗീത വിരുന്നും നടക്കും. പാസ്റ്റർ മാത്തുക്കുട്ടി എബ്രഹാം ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ വേണു അധ്യക്ഷത വഹിക്കും. പാസ്റ്റർ ജെറാഡ് അടൂർ പ്രസംഗിക്കും. പാസ്റ്റർ ജോൺ പീറ്റർ കൺവെൻഷന് നേതൃത്വം നൽകും. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് 50ാമത് ജനറൽ കൺവെൻഷൻ ലോഗോ പ്രകാശനം ചെയ്തു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് 50ാമത് ജനറൽ കൺവെൻഷൻ ജനുവരി 5 മുതൽ 11 വരെ ചിങ്ങവനം ബെഥേസ്ദ നഗറിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ചിങ്ങവനത്ത് നടന്ന ആലോചന മീറ്റിംഗിൽ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ R. എബ്രഹാം ലോഗോ പ്രകാശനം ചെയ്തു. ജനറൽ കൺവെൻഷൻ പറ്റി ജനറൽ സെക്രട്ടറി പാസ്റ്റർ ബിജു തമ്പി വിശദീകരിച്ചു. ജനറൽ സ്റ്റേറ്റ് ഭാരവാഹികൾ മീറ്റിംഗിൽ പങ്കെടുത്തു. ബെത്ലഹേമിൽ തൊഴിൽ മേഖല സ്തംഭിച്ചു. ക്രിസ്ത്യാനികൾ നാടുവിടുന്നതായി റിപ്പോർട്ട്. ക്രിസ്തുവിന്റെ ജന്മനാടായ ബെത്ലഹേമിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. വർദ്ധിച്ചു വരുന്ന യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബെത്ലഹേം ഇന്ന് ദുരിതക്കയത്തിലാണ്. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതോടെ 2 വർഷമായി ജനങ്ങളുടെ തൊഴിൽ മേഖലയും സ്തംഭിച്ചു. 175 ക്രിസ്തീയ കുടുംബങ്ങൾ ബെത്ലഹേം ഉപേക്ഷിച്ചതായാണ് ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫാൽത്താസ് പറയുന്നത്. നിലവിൽ ബെത്ലഹേമും വെസ്റ്റ് ബാങ്കും തുറസായ ജയിലുകളായി മാറിയിരിക്കുകയാണെന്നാണ് വൈദികൻ പറയുന്നത്. സോനയുടെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കോതമംഗലത്ത് വിവാഹ വാഗ്ദാനം നൽകി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദനത്തിനും മതമാറ്റ നിർബന്ധത്തിനും വിധേയയായ സോനയുടെ മരണവും അതിലേക്ക് നയിച്ച സാഹചര്യവും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. യുവതിയുടെ കത്തിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പ്രണയം നടിച്ചു മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട് എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് യുവതിയുടെ കത്ത്. ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ്. വിഷയത്തെ നിസാരവൽക്കരിക്കാതെ ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബജരംഗളിന്റെ പ്രവർത്തനം കേരളത്തിലും വ്യാപിപ്പിക്കുമെന്ന് VHP. മതപരിവർത്തനം കേരളത്തിൽ ശക്തമാണെന്നും മതപരിവർത്തനത്തിനെതിരെ ഖർവാപ്പസി നടപ്പാക്കുമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VHP ബൈടെക്കിനോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അനിൽ വിളയിൽ. കേരളത്തിലും ബജ്രംഗ് ദളിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും. കേരളത്തിൽ ഖർവാപ്പസി വ്യാപകമാക്കാനും VHP തീരുമാനിച്ചിട്ടുണ്ട്. ബജ്രംഗ് ദളിന്റെ ദുർഗാവാഹിനിയുടെ പ്രവർത്തനവും കേരളത്തിൽ സജീവമാക്കും. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അനിൽ വിളയിൽ പറഞ്ഞു.
ഇന്ത്യയിൽ 7 മാസത്തിനിടെ 334 ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണങ്ങൾ നടന്നുവെന്ന് EFIRLC. ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള 7 മാസത്തിനിടെ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ 334 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ടാണ് ഇത്രയധികം ആക്രമണങ്ങൾ നടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓഗസ്റ്റ് 4-നാണ് കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മതപരമായ അസഹിഷ്ണുതയുടെയും അക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ചിത്രം ഈ റിപ്പോർട്ട് വരച്ചു കാട്ടുന്നു. ബൈബിളിന് പുറത്ത് മോശയെക്കുറിച്ചുള്ള പുരാതന പരാമർശം കണ്ടെത്തിയതായി ഗവേഷക ലോകം. 3800 വർഷം പഴക്കമുള്ള ലിഖിതത്തിൽ ബൈബിളിന് പുറത്ത് മോശയെക്കുറിച്ചുള്ള ഏറ്റവും പുരാതന പരാമർശം കണ്ടെത്തിയതായി ഗവേഷകനായ മൈക്കിൾ എസ് ബോർറോൺ. ഈജിപ്ഷ്യൻ ഖനിയിൽ നിന്ന് ലഭിച്ച ലിഖിതം ഹൈ റെസൊല്യൂഷൻ ഇമേജറിയും ഹാർവാർഡിലെ സെമിറ്റിക് മ്യൂസിയം നൽകിയ 3D സ്കാനുകൾ ഉപയോഗിച്ച് ഒരു ദശാബ്ദം നീണ്ട പഠനത്തിന് വിധേയമാക്കിയ ശേഷമാണ് മോശയെക്കുറിച്ചുള്ള 2 പരാമർശങ്ങൾ ലിഖിതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ ബാർറോൺ എത്തിയത്. സെമിറ്റിക് ഭാഷ സംസാരിച്ചിരുന്ന തൊഴിലാളികൾ ഉപയോഗിച്ച ആദ്യകാല ലിപികളിലൊന്നായ പ്രോട്ടോ സിനൈറ്റിക് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മൈക്കലിന്റെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചാൽ നിലവിലെ മോശയെക്കുറിച്ചുള്ള ആദ്യകാല ഹീബ്രു പരാമർശങ്ങളെക്കാൾ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഈ പരാമർശം മോശ ഒരു ചരിത്ര പുരുഷനാണെന്ന വാദത്തിന് ബലം പകരും. ഛത്തീസ്ഗഡിൽ ശക്തമായ പ്രതിഷേധവുമായി പെന്തക്കോസ് സമൂഹം. ക്രിസ്ത്യാനികൾക്കും ക്രൈസ്തവ പള്ളികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് റായ്പൂരിൽ വൻ പ്രതിഷേധം. നഗരം ചുറ്റിയുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മതപരിവർത്തനത്തിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എല്ലാ വ്യാജ കേസുകളും ഉടൻ പിൻവലിക്കണമെന്നും പള്ളികൾ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റാലിക്ക് നേതൃത്വം നൽകിയവർ ആവശ്യപ്പെട്ടു. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ഡബ്ലിനിൽ IPC അയർലൻഡ് ആൻഡ് യൂറോപ്പ് റീജിയൻ 3ാമത് ആനുവൽ കൺവെൻഷൻ. ദൈവവൈതലിന്റെ ജീവിതത്തിൽ പിശാചിന് അവകാശമുള്ളത് ഒന്നുമില്ലെന്ന് പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ. പ്രത്യാശ തീരദേശ മിഷൻ സുവിശേഷ യോഗവും സംഗീത വിരുന്നും ഓഗസ്റ്റ് 23-ന്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് 50ാമത് ജനറൽ കൺവെൻഷൻ ലോഗോ പ്രകാശനം ചെയ്തു. ബെത്ലഹേമിൽ തൊഴിൽ മേഖല സ്തംഭിച്ചു. ക്രിസ്ത്യാനികൾ നാടുവിടുന്നതായി റിപ്പോർട്ട്. സോനയുടെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ബജരംഗളിന്റെ പ്രവർത്തനം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്ന് VHP. ഇന്ത്യയിൽ 7 മാസത്തിനിടെ 334 ക്രിസ്ത്യൻ വിരുദ്ധ ആക്രമണങ്ങൾ നടന്നുവെന്ന് EFIRLC. ബൈബിളിന് പുറത്ത് മോശയെക്കുറിച്ചുള്ള പുരാതന പരാമർശം കണ്ടെത്തിയതായി ഗവേഷക ലോകം. ഛത്തീസ്ഗഡിൽ ശക്തമായ പ്രതിഷേധവുമായി പെന്തക്കോസ് സമൂഹം. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി.